നമുക്കിനി കുറച്ചു നേരം ഒന്ന് പഠിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? സ്വരാക്ഷരത്തിലെ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ആ, ആ അല്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ അക്ഷരം ഏതാണെന്ന് നോക്കിയാലോ? മൂന്നാമത്തെ അക്ഷരമാണ് ഇ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇ. ഈ വെച്ച് നിങ്ങൾക്ക് ഏതൊക്കെ വാക്കുകൾ അറിയാം? നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഈ ഇല. എന്താണ്? ഈ ഇല. നമ്മുടെ വീടിന് ചുറ്റും പലതരത്തിലുള്ള ഒരുപാട് ഇലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഉദാഹരണത്തിന് നമ്മുടെ വീട്ടുമുറ്റത്തെ പലതരത്തിലുള്ള ചെടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവയ്ക്കെല്ലാം വ്യത്യസ്ത ഭംഗിയാണല്ലേ? അതുപോലെ തന്നെ നമ്മൾ ചോറുണ്ണാൻ ഏതിലയാണ് ഉപയോഗിക്കുന്നത്? ആ ഇലയുടെ പേര് നിങ്ങൾക്കറിയാമോ? ആ, വാഴയില. ഇപ്പോൾ നിങ്ങൾ ഇല എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ഈ ഇല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. എന്തോ പഠിച്ചേ? ഈ ഇല. ഇനി നമുക്ക് ഈ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? നമുക്കെങ്കിൽ ഈ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം റ എഴുതണം. കണ്ടോ? ഈ റായുടെ കൂടെ വേറൊരു റ എഴുതുക. ഇപ്പൊ എന്തുവായേ? ന. നമുക്ക് ന ഒന്നുകൂടെ എഴുതാം. ഒരു റ ഇടുക, അതിന്റെ കൂടെ ഒരു റ ഇടുക. ന. നമുക്ക് ഒരുമിച്ച് എഴുതാം. ന. കണ്ടോ? ന. ഇനി നമുക്ക് ഈ എഴുതാം. ഈ എഴുതുന്നതിന് ആദ്യം ഒരു ചെറിയ റ വരയ്ക്കുക. അതിനുശേഷം അതിന്റെ കൂടെ ഒരു റ എഴുതുക. കണ്ടോ? ആദ്യം ഒരു ചെറിയ റ വരയ്ക്കുക, അതിന്റെ കൂടെ ഒരു റ എഴുതുക. ആ റായുടെ കൂടെ വേറൊരു റ എഴുതുക. അപ്പൊ എന്തുവായി? ന. എങ്ങനെയായിരുന്നു? ആദ്യം ഒരു ചെറിയ റ വരയ്ക്കുക, അതിന്റെ കൂടെ ന എഴുതുക. കണ്ടോ? എങ്ങനെയായിരുന്നു? ചെറിയ റ വരയ്ക്കുക, ന എഴുതുക. അതിനുശേഷം ആ ചെറിയ റായുടെ അടിയിലേക്ക് കുരങ്ങന്റെ വാല് പോലെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരിക. കണ്ടോ? അതിനുശേഷം ഈ നായുടെ അടിയിലേക്ക് അതുപോലെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരിക. നമുക്ക് ഒരുമിച്ച് എഴുതി നോക്കാം. ചെറിയ റ എഴുതുക, അതിന്റെ കൂടെ ഒരു റ എഴുതുക, ഇതിന്റെ കൂടെ എഴുതുക, എന്നിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് താഴോട്ട് നീട്ടുക. ഈ കണ്ടോ? ഒരിക്കൽ കൂടെ എഴുതാം നമുക്ക്. ചെറിയ റ എഴുതി, ന വരച്ച് കുരങ്ങന്റെ വാല് പോലെ നീട്ടിക്കൊണ്ടുവന്നു. കണ്ടോ? എല്ലാരും ഈ എഴുതാൻ പഠിച്ചോ? ഒരിക്കൽ കൂടെ നമുക്ക് എഴുതാം. ഈ. എല്ലാവർക്കും മനസ്സിലായോ ഈ എഴുതുന്നത് എങ്ങനെയാന്ന്? കൂട്ടുകാരെല്ലാം ഈ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കിയാലോ? അടുത്ത അക്ഷരമാണ് ഈ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഈ. ഈ വെച്ച് ഏത് വാക്കുകളാണ് കൂട്ടുകാർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ആ, അത് തന്നെ, ഈച്ച. മൂളിപ്പാട്ടും പാടി നടക്കുന്ന ഈച്ച. അപ്പോ ഈ ഈച്ച. എല്ലാവരും ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഈ ഈച്ച. ഇനി നമുക്ക് ഈ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി ഈ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഈ എങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം എഴുതിയത്?
ചെറിയ റായിട്ട് ഒരു നാ വരച്ചു. എന്നിട്ട് കുരങ്ങന്റെ വാല് പോലെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുവന്നു. കണ്ടോ? ഇതിന്റെ കൂടെ ഒരു റാ വരയ്ക്കുക. അതിനോട് ചേർത്ത് വേറൊരു റാ വരയ്ക്കുക. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരിക. കണ്ടോ? എങ്ങനെയായിരുന്നു? നമുക്കൊന്നുകൂടെ നോക്കാം. ചെറിയ റാ വരച്ചു, നാ വരച്ചു, വാല് വരച്ചു. അതിനുശേഷം റാ വരച്ചു, കൂടൊരു റാ വരച്ചു, നീട്ടിക്കൊണ്ടുവന്നു. കണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ഒരിക്കൽ കൂടെ എഴുതാം. ചെറിയ റാ വരച്ചു, നാ വരച്ചു, വാല് വരച്ചു, പിന്നെ ഒരു നാ വരച്ചിട്ട് നീട്ടിക്കൊണ്ടുവന്നു. കണ്ടോ? ഒരിക്കൽ കൂടെ എഴുതാം. റാ വരച്ചു, നാ വരച്ചു, ഒരു വാല് വരച്ചു, അതിനുശേഷം ഒരു നാ വരച്ചിട്ട് നായ്ക്കൊരു വാല് കൊടുത്തു. കണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? കൂട്ടുകാരെല്ലാം ഈ എഴുതാൻ പഠിച്ചില്ലേ? ഇനി നമുക്ക് ഈച്ചയുടെ ഒരു കുഞ്ഞു പാട്ട് പഠിച്ചാലോ? തന്നന്നാനെ 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 താനാനെ തന്നന്നാനെ 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 താനാനെ ഈത്തക്കാട്ടിലെ കുരുവി കുഞ്ഞിന് ഈന്തപ്പഴം തിന്നാൻ മോഹം. ഈത്തക്കാട്ടിലെ കുരുവി കുഞ്ഞിന് ഈന്തപ്പഴം തിന്നാൻ മോഹം. ഈന്തപ്പഴത്തിലെ ഈച്ചയെ കണ്ട് കുരുവി കുഞ്ഞ് പറന്നേ പോയി. ഈന്തപ്പഴത്തിലെ ഈച്ചയെ കണ്ട് കുരുവി കുഞ്ഞ് പറന്നേ പോയി. തന്നന്നാനെ 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 താനാനെ തന്നന്നാനെ 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 താനാനെ. നവീനക്കുട്ടി പാടിയ പാട്ടില് ഈ വെച്ച് ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ കേട്ടത്? ഈറ്റ, ഈച്ച, ഈന്തപ്പഴം. ഏതൊക്കെയായിരുന്നു? ഈറ്റ, ഈച്ച, ഈന്തപ്പഴം. അപ്പൊ നമ്മളിന്ന് ഈച്ചയുടെ പാട്ട് പഠിച്ചു, ഈ പഠിച്ചു, ഈ പഠിച്ചു. ഇതുവരെ നമ്മൾ 4 അക്ഷരങ്ങളാണല്ലേ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ആ, ആ, ഈ, ഈ. ഈ 4 അക്ഷരങ്ങളും കൂട്ടുകാരെല്ലാം മറക്കാതെ എഴുതി പഠിക്കണം. പഠനത്തോടൊപ്പം തന്നെ കളിയും വേണം. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.